വിലാപങ്ങൾ 4-ാം അധ്യായം. സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. സിയോൻ്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപക്ഷിയെപ്പോലെ ക്രൂരയായി. മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു, പക്ഷേ ആരും നൽകുന്നില്ല. സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ച് വളർന്നവർ ചാരകൂമ്പാരത്തിന്മേൽ കിടക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിക്കു ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോദോമിൻ്റേതിനേക്കാൾ വലുതാണ്. അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരും ആയിരുന്നു. അവരുടെ ശരീരം പവിഴത്തേക്കാൾ തുടുത്തതും അവരുടെ ആകാരഭംഗി ഇന്ദ്രനീലത്തിന് തുല്യവുമായിരുന്നു. ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. തെരുവീഥികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു, അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു. വാളേറ്റു മരിച്ചവർ വിശപ്പുകൊണ്ട് മരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ്. അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്നു തളർന്ന് നശിച്ചു. കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ വിനാശത്തിൻ്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. കർത്താവ് തൻ്റെ ക്രോധം അഴിച്ചുവിട്ടു. അവിടുന്ന് ജ്വലിക്കുന്ന കോപം വർഷിച്ചു. സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു. ശത്രുവിനോ വൈരിക്കോ ജെറുസലേമിൻ്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല. അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവളുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത്. അവർ തെരുവീഥികളിലൂടെ അന്ധരായി അലഞ്ഞു നടക്കുന്നു. രക്തപങ്കിലമായ അവരുടെ വസ്ത്രം ആരും സ്പർശിക്കുകയില്ല. അശുദ്ധരെ അകന്നു മാറുവിൻ, അകന്നു പോകുവിൻ, തൊടരുത് എന്നിങ്ങനെ ആളുകൾ അവരോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അവർ നാടുകടത്തപ്പെട്ട് അലയുന്നവരായി. അവർ നമ്മോട് കൂടെ ഇനി താമസിക്കരുത് എന്ന് ജനതകൾ പറയുന്നു. കർത്താവ് തന്നെ അവരെ ചിതറിച്ചു. അവിടത്തേക്ക് ഇനി അവരെക്കുറിച്ച് കരുതലില്ല. പുരോഹിതന്മാർക്ക് ബഹുമാനവും ശ്രേഷ്ഠന്മാർക്ക് പരിഗണനയും ലഭിച്ചില്ല. സഹായത്തിനു വേണ്ടി വൃദ്ധ കാത്തിരുന്ന ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി. രക്ഷിക്കാൻ കഴിയാത്ത ഒരു ജനതയ്ക്കു വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. തെരുവീഥികളിലൂടെ ഞങ്ങൾക്ക് നടക്കാനാവാത്ത വിധം ആളുകൾ ഞങ്ങളെ പിന്തുടർന്നു. ഞങ്ങളുടെ അവസാനമടുത്തു, ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഞങ്ങളുടെ അവസാനം വന്നു കഴിഞ്ഞു. ഞങ്ങളെ അനുധാവനം ചെയ്തിരുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരായിരുന്നു. അവർ ഞങ്ങളെ പിന്തുടർന്നു, മലകളിലൂടെ ഓടിച്ചു. ഞങ്ങളെ പിടിക്കാൻ അവർ മരുഭൂമിയിൽ പതിയിരുന്നു. ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിൻ്റെ അഭിഷിക്തൻ അവരുടെ കുഴിയിൽ പതിച്ചു. അവൻ്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കും എന്ന് അവനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രി, സന്തോഷിച്ച് ആഹ്ലാദിച്ചു കൊള്ളുക. എന്നാൽ നിന്റെ കയ്യിലും ഈ പാനപാത്രം എത്തും. നീ കുടിച്ച് മത്തുപിടിച്ച് അനാവൃതയാകും. സിയോൻ പുത്രി, നിന്റെ പാപത്തിൻ്റെ ശിക്ഷ പൂർത്തിയായി. നിന്റെ പ്രവാസം തുടരാൻ ഇനി അവിടുന്ന് അനുവദിക്കുകയില്ല. എന്നാൽ ഏദോം പുത്രി, നിന്റെ അകൃത്യങ്ങൾക്ക് അവിടുന്ന് നിന്നെ ശിക്ഷിക്കും. അവിടുന്ന് നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും. കർത്താവിൻ്റെ വചനം.